ഗഗനാചാരി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ടീസർ ഇറങ്ങിയതുകൊണ്ട് അത് അജു വർഗീസൊക്കെയാണ് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും എന്തെങ്കിലും കോമഡി വരവൊക്കെ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ആ ടീസർ ഒന്ന് കണ്ടിട്ട് വരാം. ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ സത്യത്തില്. അത് ഈ ഹോളികൂടെ പോകുമ്പോൾ ചേടി ഇങ്ങനെയൊക്കെ പറയും. ഹൈപ്പർ ഡ്രൈവ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ കാണാം. അതിന് ഹൈപ്പർ ഡ്രൈവിൽ ആരുടെ വിന്റേജ് മോഡലായിട്ടൊക്കെ ഇറങ്ങുന്നേ? അവളാ കട്ട് ചെയ്ത ബീഫിന്റെ കഷ്ണങ്ങളിൽ മസാല മാർദ്ദവമേറിയ ആ മാംസ കഷ്ണങ്ങൾ അവൾ അടുപ്പിലേക്ക് വെക്കവേ അതാ ഇരുട്ടിന്റെ മറവിൽ നിന്നും 2 രാക്ഷസ രൂപങ്ങൾ. കുട്ടിയുടെ മാസ്കിന്റെ വള്ളി പുറത്ത് കാണാൻ കേട്ടോ. ക്ഷമിക്കണം. അതിനെന്താ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മുമ്പ് ഒരു ഏലിയൻ എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടോ? ആരും അതിന്റെ കണ്ണുകളിലേക്ക് നോക്കരുത്, ചോര തുപ്പിച്ചാവും. യക്ഷിയായാലും ഏലിയനായാലും ശരി, ഈ ചരട് കെട്ടി ഉടയ തമ്പുരാനെ മനസ്സ് വിചാരിച്ച് എന്റെ കൂടെങ്ങി പോരുക. ഓക്കെ, ഫോളോ മീ. ഞാൻ കണ്ണുകളിലേക്ക് നോക്കി അന്യഗ്രഹ ജീവി എന്നൊക്കെ കാണിക്കുന്നത്. എന്തൊരു ഓവർ ആക്ടിങ് ആണ്. നീ കൂടുതലൊന്നും പറയണ്ട. നീ ബലിയിട്ടൊരു കാക്കയെ വിളിക്കുന്നത് പോലെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉറവും. സെറ്റ് വെച്ച് അപമാനിക്കരുത്. ഇതെന്താ സാറേ, അവള് ആ മൂലക്കിടുന്ന കാറ്റ് ഫുഡ് നിന്നു പോയി വിളിച്ചോണ്ട് പാടൂ. ഇത് വല്ലതും വർക്കൗട്ട് ആവൂടെ? ഇവന്റെ ജീവിതത്തില്ലേ നന്നായിരിക്കും. എടാ അല്ല, ഈ വീട്ടിലൊരു ഏലിയൻ വന്നിട്ട് നമ്മൾ അതിനെ മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ അത് മണ്ടത്തരമല്ലേ? നീ നോക്കോ, നമ്മൾ ഇത് വെച്ചൊരു കളി കളിക്കും. ആ കുറുക്കിന് പോലെ ഇരുന്ന സൗണ്ട് ഇടും. അതെന്തിനാ? ഞെട്ടാൻ. അപ്പം ഞാൻ ഈ സീൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇവർ ഒരു 10 മാസം മുമ്പ് ഇതിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. IGP ഇന്റർഗാലക്റ്റിക് പോർട്ടൽ. ഇതിന്റെ ലെവിറ്റേഷന് യാതൊരു പ്രൊപ്പൽഷന്റെ ആവശ്യമില്ല എന്ന് പറയപ്പെടുന്നു. പത്തനംതിട്ടയിലുള്ള പോർട്ടലിൽ ഡാർക്ക് മാറ്ററിന്റെ സാന്നിധ്യം. സാറേ, ഈ ഒരുപാട് സയൻസ് ഒന്നും ഗോകുൽ സുരേഷ് മുഖ്യധാര പ്രേക്ഷകർ വേണ്ടല്ലേ? 2043 എന്നൊക്കെ കാണിക്കുന്നു. എന്താ അല്ലേ, നമ്മളൊക്കെ ഏലിയൻസ് ആണ് പോലും. ഓ സാറേ, ഈ മനുഷ്യരെല്ലാം കുരങ്ങന്മാരിന്ന് ഉണ്ടായെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാനും സാറും. നിന്റെ കാര്യത്തിൽ ശരിയായിരിക്കും, എന്നെ വിട്ടേരെ. തലനിര ചീരാണല്ലോ. ഈ ഏലിയൻ ഹണ്ടർ എന്ന് കേട്ടപ്പോ നമ്മളൊരു റഫായിട്ടുള്ള ആളെയാണ് സാർ മനസ്സിൽ കണ്ടത്. എക്സ്ക്യൂസ് മീ, കളരിപ്പയറ്റിൽ എൻ്റെ ചില മൂവ്സ് നാഷണൽ ലെവലിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാനായിട്ട് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രൂപത്തെയാണ് നിങ്ങളിപ്പോൾ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഉഗ്രരൂപിയായ ഒരു സത്വം, 16 അടി പൊക്കം, കണ്ടാൽ അറയ്ക്കുന്ന വികൃത രൂപം. കണ്ണു നോക്കിയാ ചോര തുപ്പിച്ചാവും, തല ഇറങ്ങി വീഴും. അങ്ങനെ എന്തെല്ലാം കഥകള്. പറയാനുള്ളത് പറഞ്ഞു, സൂക്ഷിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം. നാണം കൊണ്ടോടാ കൊഞ്ഞാണാ ഈ വീട്ടിലേക്ക് ഒരു അന്യഗ്രഹ ജീവിയെ കൊണ്ടുവരാൻ. ചിരിക്കുമ്പോഴും കരയുമ്പോഴും വിശക്കുമ്പോഴും കറണ്ട് ഇങ്ങനെ പോയി വന്ന് നിൽക്കുക. ഇവന്റെ പെങ്ങളാ, സാറിന്റെ മകളാ. ഒരു മനുഷ്യനും അന്യഗ്രഹ ജീവിയും തമ്മിൽ കല്യാണം കഴിച്ചതായി എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ട്? ഇൻട്രസ്റ്റ് കയറി വരുന്നുണ്ട്. You are in for a surprise, boy. ഇതെന്തോ മരുന്ന് ഇവളായിരിക്കും ഏലിയൻ. അനാർക്കലിയാണ് ഇതിനകത്ത് ഏലിയനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മറ്റ് നടന്മാരെന്ന് പറയുന്നത് ഗോകുൽ സുരേഷ്, അജു വർഗീസ്, പിന്നെ നമ്മുടെ മന്ത്രിയായ ഗണേഷ് കുമാറും ഉണ്ട്. അപ്പം ഗണേഷ് കുമാറിൽ നല്ലൊരു നടനുണ്ട്. അപ്പം ഈ സിനിമയിൽ അദ്ദേഹം കൂടെ അഭിനയിക്കുന്നതുകൊണ്ട് നല്ലൊരു സിനിമയാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ
ഈ ഒരു സിനിമയിൽ ആദ്യം ഒരു കോമഡിയിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഒരു സയൻസ് ഫിക്ഷനൊക്കെ ചേർത്തിട്ട് ഇവരൊരു പിന്നെ എന്താ പറയുക, ഒരു സീരിയസിലോട്ട് ഇവർ ഈ സ്റ്റോറി കൊണ്ടുവരും. മൊത്തത്തിൽ സാധാരണ ഏലിയൻ സിനിമകൾ കൂടുതൽ ഇംഗ്ലീഷ് ഫിലിമിലാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഏലിയൻസിന് ആദ്യമായിട്ടായിരിക്കും മലയാളികൾ നമ്മുടെ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്ത് മലയാളികൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത്. അത് ജൂൺ 21 ഇതിൻ്റെ റിലീസിങ് ഡേറ്റ്. അപ്പം കൽക്കി എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട് ജൂൺ 27. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അവർ തീർച്ചയായിട്ടും ഈ സിനിമ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം. ജൂൺ 21 ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നത്. ഈ സിനിമയ്ക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കണം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.